പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം ഡ്രഗ് ഫ്രീ കേരള, ഡ്രഗ് ഫ്രീ ഇന്ത്യ. ആ ലക്ഷ്യം തന്നെയാണ് മനസ്സിൽ കോരിയിട്ടിരിക്കുന്ന തീയം. അതിന് ഈ ഡ്രഗിനടിമപ്പെട്ട ഒരു സംഭവം, ഡ്രഗിനടിമപ്പെട്ട ഒരുത്തൻ ചെയ്ത ഒരു ക്രൂരകൃത്യം, ഏകദേശം 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു മകളെ ഒരുത്തൻ പിച്ചി ചീന്തി ഒരു ചാക്കുകെട്ടിനുള്ളിൽ 4 മടക്കി ചവറ്റുകുട്ടയിലവൻ വലിച്ചെറിഞ്ഞു. അതിൻ്റെ സാധാരണ ഒരു ന്യൂസായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ അങ്ങനെയല്ല. ആ മോർച്ചറിയിൽ വെള്ള പുതപ്പിച്ച് കിടത്തിയ ആ കുഞ്ഞു മകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ഓരോ മുറിവിൻ്റെയും ഡെപ്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ റൈറ്റ് സൈഡ് കൊടുത്തപ്പോൾ ആ കുഞ്ഞിൻ്റെ വേദന, ആ കുഞ്ഞനുഭവിച്ച വേദന, താൻ എന്തിനു വേണ്ടി മരിക്കപ്പെട്ടു അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടു എന്നറിയാതെ തന്നെ ഈ ലോകത്തു നിന്നും വിടവാങ്ങിയ ആ കുഞ്ഞു മാലാഖ, ആ അച്ഛൻ ആ കുഞ്ഞിൻ്റെ മൃതദേഹത്തെ എടുത്ത് കയ്യിൽ, ഈ ലേബർ റൂമിൽ നിന്നും പ്രസവിച്ച് കഴിയുമ്പോൾ കുഞ്ഞു കുട്ടികളെ തുണിയിൽ പൊതിഞ്ഞിട്ടാണ് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുക. അതേപോലെ ആ കുഞ്ഞിൻ്റെ മൃതശരീരം ആ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്ത അവസാന നിമിഷം ആ അച്ഛൻ്റെ കണ്ണിൽ നിന്നും വന്ന കണ്ണീരിന് മറുപടി ചോദിച്ചേ മതിയാവൂ. വെറുതെ ഇരിക്കുന്നതല്ല. ഈ ലോകം അവസാനിക്കാൻ പോകുന്നത് തിന്മ ചെയ്യുന്നവരെ കൊണ്ടല്ല, തിന്മ ചെയ്യുന്നത് കണ്ട് പ്രതികരിക്കാതിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ കൊണ്ടാണ് ഈ ലോകം നശിക്കാൻ പോകുന്നത്. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്, തീർച്ചയായും അതിനെതിരെയുള്ള പോരാട്ടങ്ങൾ ഓരോ ഭാഗത്ത് നിന്നും വരുമ്പോൾ, ഞാൻ ഇതിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ, കേരള എക്സൈസ് വകുപ്പ് ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ, ഇതിനെതിരെ ചില സമയങ്ങളിൽ ഒറ്റയാൾ പോരാട്ടമായി മുന്നോട്ട് പോകുമ്പോൾ എനിക്കെതിരെ വരുന്ന ത്രെഡ്സിനും ഞാൻ മനസ്സുകൊണ്ട് കണക്കാക്കി വെച്ച ഒരു കാര്യമുണ്ട്. ശ്രീ നാരായണ ഗുരു പറഞ്ഞ വാക്ക് തന്നെയാണ് എൻ്റെ മനസ്സിൻ്റെ ആ ഹൃദയത്തിൽ തിടം പേറ്റി വച്ചിരിക്കുന്നത്. അധർമ്മപക്ഷത്ത് നിന്ന് ജയിക്കുന്നതിനേക്കാൾ നല്ലത് ധർമ്മപക്ഷത്ത് നിന്ന് തോൽക്കുന്നതാണ്. അതെന്തായാലും അതിന് ചില ചവിട്ടി താഴ്ത്തലുകൾ വരും. ആ ചവിട്ടി താഴ്ത്തലുകൾക്കിടയിൽ ബൈബിളിലെ വചനം ഞാൻ ഓർക്കുന്നു. ചില ചവിട്ടി താഴ്ത്തലുകൾക്കിടയിൽ നീ നിന്റെ നാഥനെ മുറുകെ പിടിക്കുമെങ്കിൽ നിനക്കായി ഒരു പടയെ നാഥൻ അയച്ചു തരുമെന്ന് പറയുന്ന ബൈബിളിലെ വചനം തന്നെയാണ് ഇത് തന്നെയാണ് ആ പടയുടെ തുടക്കം. ഇവിടെയാണ്. This is not an end, this is the beginning. ഇത് തുടക്കം തന്നെയാണ്. യെസ്, നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് കരുതിയോ? നമ്മളെ കൊണ്ട് ഈ ഒരു ലക്ഷ്യം സഫലീകരിക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റും. അതിനൊരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. കൊറോണ വന്നപ്പോൾ മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും പാലിച്ചിരുന്ന നമ്മൾ ഇന്ന് മാസ്ക് ഇല്ലാതെയും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഇല്ലാതെയും തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ദുരന്തത്തെ ഓവർകം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 2018 പ്രളയമെന്ന് പറഞ്ഞ മഹാദുരന്തം വന്ന സമയത്ത് മുങ്ങി താഴുന്ന ഓരോരുത്തരെയും ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഓരോരുത്തരെയും തൂക്കിപ്പിടിച്ച് മുങ്ങി താഴുന്നതിൽ നിന്നും നമ്മൾ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, കൊല്ലം ജില്ലയിൽ 5 വയസ്സുള്ള ഒരു കുഞ്ഞുമകൾ ഏട്ടന്റെ കൂടെ ട്യൂഷന് പോകുന്ന സമയത്ത് ഒരു കുടുംബം പ്ലാൻ ചെയ്ത് ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി. പക്ഷേ 21 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ നമ്മൾക്ക് തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ഇതിന് 5000-ഓ 10,000-ഓ പോലീസുകാരോ എക്സൈസുകാരുടെയോ മേലെ മാത്രം ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് കൊണ്ടല്ല ഈ ഓവർകമ്മിങ്, ഇല്ലെങ്കിൽ ഈ ദുരന്തത്തെ അതിജീവിക്കാൻ കഴിഞ്ഞത്. കേരളത്തിലെ ഓരോരുത്തരും, ഓരോ ആളും, ഓരോ പൗരനും അതിനെതിരെ പ്രതികരിച്ചത് കൊണ്ടാണ്.
So each and everyone has the responsibility to wipe out the drug mafia from the society. തീർച്ചയായിട്ടും നമ്മൾക്ക് അതിന് കഴിയണം. നമ്മൾ മലയാളികളാണ്. നമ്മുടെ കേരളത്തിന്റെ പെരുമ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരുമയാണ്. അനുഗ്രഹീതമാണ് നമ്മുടെ കേരളം. സംസ്കാരം കൊണ്ടും സാക്ഷരത കൊണ്ടും സമ്പന്നം. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന പേരുള്ള നമ്മുടെ കേരളത്തിന് ലഹരികളുടെ സ്വന്തം നാട് എന്ന പേരിലേക്ക് മാറ്റി എഴുതാൻ ഭാവി തലമുറയെ അനുവദിച്ചുകൂടാ. അത് മാത്രം മനസ്സിൽ നിർത്തി ഈ ഒരു വാക്കെങ്കിലും പറയാതെ അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ എൻ്റെ മനസ്സ് സഹിക്കില്ല. ഇനി പ്രതിജ്ഞയാവാം. യെസ് പ്ലീസ്. ഈ വാക്കുകളെല്ലാം സ്ട്രൈറ്റ് ഫ്രം ദ ഹേർട്ട്, നോട്ട് ഫ്രം ദ ലിപ്സ്. ഓക്കെ. ആസ് എ യങ് പേഴ്സൺ committed to the well-being of my community and myself, I pledge to stand against drug use and abuse. I vow to lead a life of integrity and responsibility, making choices that reflect my commitment to a healthy, drug-free future, and I solemnly pledge to support the admin program to eliminate drug use and abuse in the nation. I promise to educate myself and others about drug movements, support my peers in making positive decisions, and actively participate in community efforts to eradicate drug use. I pledge to be a role model and report any drug-related activities to the authorities. Together, we can build a future where the youth are free from the grip of drugs. Thank you.